ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടു നോക്കാം ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ഇടുന്നതെന്ന്. എനിക്കൊരു പ്രത്യേകിച്ചൊരു റൂളോ ഫോർമാറ്റോ ഒന്നുമില്ല. ജസ്റ്റ് കയ്യിലുള്ള പ്രൊഡക്ട്സൊക്കെ അത്യാവശ്യം ബേസിക്കായിട്ട് ലെയർ ചെയ്യുക. അപ്പം നമുക്കൊരു ക്വിക്ക് ട്രാൻസിഷൻ കാണാം ഞാൻ എങ്ങനെയാണ് മാറുന്നതെന്ന്. കണ്ടോ, ആ കൊല്ലത്തിൽ നിന്ന് ഈ കൊല്ലത്തിലോട്ട് മാറാനായിട്ട് വലിയ പാടൊന്നുമില്ല ഗൈസ്. എന്ത് വലിയ മേക്കപ്പ് അറിയണമെന്നില്ല. അത്യാവശ്യം നമ്മളെ സ്കിന്നിന് ചേരുന്ന ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ ഇട്ട് നമ്മളുടെ മുഖത്തുള്ള പാടും അൺഈവൻ സ്കിൻ ടോണും ഒക്കെ മാറ്റിയെടുത്താൽ നമുക്ക് നമ്മളുടെ രൂപത്തിൽ നിന്ന് അത്യാവശ്യം പ്രസൻറ്റബിൾ ആവാം. അതിനാദ്യം തന്നെ നമ്മൾ സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മുടെ സ്കിൻ പ്രെപ്പാണ്. അതിന് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ലനേജിൻ്റെ മിൽക്കി ടോണർ എന്നും പറഞ്ഞിട്ടൊരു ടോണറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോണറാണ്. ബാക്കി നമുക്ക് കയ്യിലും തേച്ചേക്കാം. പിന്നെന്താ, ഇതാണ് ഗ്ലോ റെസിപ്പിയുടെ മോയ്സ്ചറൈസർ, വാട്ടർമെലൺ മോയ്സ്ചറൈസർ. ഇത് നല്ലതാട്ടോ മേക്കപ്പ് ചെയ്യാനായിട്ട്, കാരണം ഇത് വാട്ടർ ബേസ്ഡാണ്. അപ്പം നല്ല വാട്ടറി ആയിട്ട് ഇരിക്കും. പിന്നെ എൻ്റെ അടുത്തൊരു സ്കിൻ പ്രെപ്പിലെ മെയിൻ ഒരു സംഭവമാണ് ഈ ബോബി ബ്രൗണിൻ്റെ ഐ ക്രീം, അണ്ടർ ഐ ക്രീം. ഇത് വേണമെങ്കിൽ നമുക്ക് ഫുൾ ഫേസിൽ പ്രൈമറായിട്ടും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ അണ്ടർ ഐയിൽ മാത്രമേ ഇടാറുള്ളൂ. അത് ഞാൻ നല്ലോണം ഇങ്ങനെ കണ്ണിന് ചുറ്റിനും ഫുള്ളും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെ നമ്മൾ സ്കിൻ പ്രെപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്കിൻ മേക്കപ്പിന് റെഡിയാണ്. മേക്കപ്പ് ഇടുന്നതിന് നമ്മൾ പ്രൈമർ വാക്കണം. അപ്പം യൂഷ്വലി ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് എൽഫിൻ്റെ ഒരു പ്രൈമറാണ്. അത്യാവശ്യം നല്ല പ്രൈമറായിരുന്നു, പക്ഷെ അതെൻ്റെ കയ്യിൽ തീർന്നു. അപ്പം എഗെയിൻ ഞാൻ സെഫോറയിൽ പോകുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ബെനിഫിറ്റിൻ്റെ ഈ 2 സാധനവും, പ്രൈമറും ഈ ഡുലാല എന്ന് പറഞ്ഞ ഒരു സാധനം. അപ്പം ഞാൻ യൂഷ്വലി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടും. അപ്പം ആക്ച്വലി നല്ലൊരു പ്രൈമറിൻ്റെ ജോബും അവിടെ നടക്കും. പ്ലസ് ഒരു ഡുലാല അതൊരു നല്ല ഒരു ഗ്ലോ, ഒരു ഷൈൻ തരും, ഒരു ബേസ് പോലെ. ആക്ച്വലി ഇത് മാത്രം മതിയെങ്കിൽ ഡുലാല കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കോമ്പാക്ട് പൗഡർ ഇട്ടാൽ ഇത് കാഷ്വലായിട്ട് പുറത്ത് പോകാനായിട്ട് അത് മതി. അല്ലാന്നല്ലെങ്കിൽ അതൊരു ഇച്ചിരി ഈ പ്രൈമറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫൗണ്ടേഷനോ കൺസീലറോ ഏതാണെന്ന് വെച്ച് ഇടാനായിട്ട് നല്ലതാണ്. അങ്ങനെ എൻ്റെ പ്രൈമർ പ്ലസ് ഡുലാല 2 ബെനിഫിറ്റിൻ്റെ പ്രോഡക്ട്സ് ആട്ടോ. അത് 2 ഇട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റാണ് എൻ്റെ ഫൗണ്ടേഷൻ, ഹുഡ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ. അതിങ്ങനെ കൈയുടെ പുറത്തോട്ടിട്ടിട്ട് ഞാനാണെങ്കിൽ വാരിപ്പൊത്തും. ഒരു പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞില്ല, എനിക്കൊരു റൂൾസോ സ്റ്റെപ്സോ ഒന്നുമില്ല. ജസ്റ്റ് മൈ വേ മൈ റൂൾസ്. അതാണ് ഇവിടെ ബേസിക്കലി നടക്കാറ്. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ഫോർ മീ ആക്ച്വലി. വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഹാപ്പി ആയ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ബേസിക്കലി എടുക്കുക, ഭയങ്കര തിന്നായിട്ട്, ഒത്തിരി തിക്കായിട്ടല്ല കേട്ടോ ഈ സ്പോട്ട്സ്. അത്യാവശ്യം എല്ലായിടത്തും ഇങ്ങനെ സ്പോട്ട് ഇട്ടിട്ട് കൈയാണ് എൻ്റെ ഫേവറേറ്റ് ബ്ലെൻഡർ. എനിക്ക് വേറെ സ്പോഞ്ചോ ഒന്നും ഫൗണ്ടേഷനും കൺസീലറും ഇടുമ്പോൾ ഇഷ്ടമല്ല. കൈയും കൊണ്ട് നല്ലോണം സ്പ്രെഡ് ചെയ്യുക. അപ്പം ഫുൾ കുറച്ചൊക്കെ നമ്മളെ കയ്യിലിങ്ങനെ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഇടുന്നത് കൂടുതലാണെങ്കിലും ആക്ച്വലി ഓരോ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ കണ്ണിൻ്റെ മുകളിലും അടിയിലും താരെ എല്ലായിടത്തും നല്ലോണം സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ നമ്മളിട്ട പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം. അത് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റാണ്. ഇങ്ങനെ പാച്ചായിട്ടൊന്നും എവിടെ ഇല്ലല്ലോ എന്ന് നല്ലോണം മേക്ക് ഷുവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോവുക. അപ്പോൾ എൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇനി അടുത്തതാണ് കൺസീലർ. ചിലവർ കൺസീലർ ഇട്ടിട്ട് ഫൗണ്ടേഷൻ ഇടും, ഫൗണ്ടേഷൻ ഇട്ടിട്ട് കൺസീലർ ഇടും. ഞാൻ ആദ്യമൊക്കെ ചില സമയത്ത് കൺസീലർ ആയിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ട് കൺസീലർ ഇടുന്നു. അപ്പോൾ എൻ്റെ കൺസീലർ ഹുഡ ബ്യൂട്ടിയുടെ കൺസീലർ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫൗണ്ടേഷനും കൺസീലറും ഹുഡയുടെയാണ്. അപ്പം ബേസിക്കലി നല്ലവണ്ണം ആപ്ലിക്കേറ്ററിൽ നിന്ന് പ്രൊഡക്റ്റ് നല്ലവണ്ണം വൈപ്പ് ഡൗൺ ചെയ്യുക. നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് മതി. അപ്പം ഞാൻ ആദ്യം ഇട്ട് തുടങ്ങുമ്പോൾ എൻ്റെ കുറച്ച് ആക്നി മാർക്സിലും ഡാർക്ക് സ്പോട്ട്സിലും അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ളിടത്തൊക്കെ ഞാൻ ഇട്ട് തുടങ്ങുക. പിന്നീട് ഞാൻ എൻ്റെ കൺട്രോൾ പോയിട്ട് എനിക്ക് തോന്നുന്നിടത്തൊക്കെ ഞാൻ ചെറിയ ലൈറ്റായിട്ടൊരു കുത്തു കൊടുത്തിട്ട് മുമ്പ് നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യും. ഇട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടാണെങ്കിലും എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഇട്ടതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഇട്ട് അത്ര അല്ലെങ്കിലും കൺസീലറും എല്ലായിടത്തും ഒന്നിടുക. അപ്പം നമ്മളുടെ ആ ഒരു ഹോൾ ഫേസിന് ബെറ്റർ ആവുന്ന പോലെ എനിക്ക് തോന്നി. കാരണം നമ്മൾ കളർ കറക്റ്ററും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ സ്പോട്ട്
ആക്ച്വലി നമുക്ക് നമ്മളെ ഫേസിൽ വല്ല ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കി സ്ഥലത്തോട്ടെല്ലാം എക്സസ് ആയിട്ട് കയ്യിലുള്ളത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത പോലെ തന്നെ ബ്ലെൻഡ്. ഞാൻ ഇവിടെയും കൈ ഉപയോഗിക്കുന്നത്, കാരണം ദാറ്റ് വർക്ക്സ് ഫോർ മീ ബെറ്റർ ദാൻ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് അല്ലെങ്കിൽ വേറെ ഏത് ആപ്ലിക്കേറ്ററിനേക്കാളും എനിക്ക് ഫിംഗേഴ്സാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഫസ്റ്റ് 2 സ്റ്റെപ്സ് കഴിഞ്ഞു. ഫൗണ്ടേഷനും കൺസീലറും കഴിഞ്ഞ് ഇതിൻ്റെ പൊക്കത്ത് പിന്നെ നമുക്ക് അവിടെ തന്നെ സെറ്റാക്കി ഇരുത്താനായിട്ട് നമുക്ക് അതുപോലെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന റെയർ ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡറാണ്. എനിക്ക് എൻ്റെ ഷെയ്ഡിനൊത്ത് ഇവിടുന്ന് കിട്ടിയത് റെയർ ബ്യൂട്ടിയിൽ നിന്ന് മാത്രമാണ്. ഹുഡയുടെ ഒന്നും എൻ്റെ സ്കിൻ മാച്ചായിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു, കാരണം ഞാൻ ട്രൈ ചെയ്യുന്നതെല്ലാം കുറച്ച് വൈറ്റ്, ഇങ്ങനെ ഒരു ആഷി അല്ലെങ്കിൽ ഓറഞ്ച് ടോണിൽ പോയായിരുന്നു. കുറേ നോക്കിയിട്ടായിരുന്നു എനിക്ക് എൻ്റെ സ്കിൻ ടോൺ, ബ്രൗൺ സ്കിൻ ടോണിനായിട്ട് ആപ്റ്റായ ഒരു കോമ്പാക്ട് പൗഡർ കിട്ടിയത്. അത് റെയർ ബ്യൂട്ടിയിലായിരുന്നു. അതും ഞാൻ ബേസിക്കലി എല്ലാം ഒന്നും ജസ്റ്റ് ഒന്ന് ഒരു പൗഡറി ഫിനിഷ് വരാനായിട്ട് മൊത്തം ഫേസ് ഒന്നിടും. പിന്നെ ഇതെൻ്റെ ആക്ച്വലി ബ്ലഷാണ്, പക്ഷെ ഞാൻ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എൻ്റെ ഐ ഷാഡോ ആയിട്ട് സെഫോറ എന്നുള്ളതാണ്. അതിങ്ങനെ ജസ്റ്റ് ഞാൻ ഭയങ്കരമായിട്ടൊന്നും ഐ ഷാഡോ, ബ്ലഷൊന്നും, ഹൈലൈറ്റർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ജസ്റ്റ് ഈ ബ്ലഷ്, ഈ ഒരു സാധനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഈ സെഫോറയുടെ ബ്ലഷ്. അത് ഞാൻ എനിക്ക് തോന്നുമ്പോൾ ഒരു ഫീൽ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഇച്ചിരി ഐ ഷാഡോ ആയിട്ടിടും. ചിലപ്പോൾ ഒന്ന് ഡാബ് ചെയ്ത് ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. വേറെ എൻ്റെ കയ്യിലൊരു ബ്ലഷിൻ്റെ പാലറ്റോ അല്ലെങ്കിൽ ഐ ഷാഡോയുടെ പാലറ്റോ ഒന്നുമില്ല. ഈ ഒരൊറ്റ സാധനം ഉണ്ടായിരുന്നു. ഇത് പിന്നെ എൻ്റെ ഐലൈനർ, ഇതും നിക്സിൻ്റേതാണ്, ലിക്വിഡ് ഐലൈനർ. അടിപൊളി ഐലൈനർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഗ്ലോസി ഫിനിഷും നല്ല ലോങ് ലാസ്റ്റിങ്ങുമായിട്ടുള്ള ഒരു കിടിലൻ ഐലൈനറാണ്. 2 കണ്ണിലും ഒരേപോലെ പെർഫെക്റ്റായിട്ട് ഈ ഐലൈനർ വരച്ചെടുക്കുക എന്ന് വെച്ചൊരു ടാസ്ക്കാണ്. ഇത്രയും വർഷമായിട്ടും ഞാൻ സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഇപ്പോഴും അതിലൊരു എക്സ്പേർട്ട് ആയിട്ടുണ്ടെന്ന്. പക്ഷേ എങ്ങനെയോ ഒപ്പിച്ചെടുക്കും. കണ്ടില്ലേ, ഏകദേശം സിമിലറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അടുത്താണ് എൻ്റെ മസ്കാര. ഇത് ബെനിഫിറ്റിൻ്റെയാണ്. എൻ്റെ കയ്യിൽ 3-4 മസ്കാരാസ് ഉണ്ട്. ഇന്ന് ഞാൻ ഈ ബെനിഫിറ്റിൻ്റെ അടുത്തതേ ഉള്ളൂ, കാരണം അടിപൊളി സംഭവമാണ് ഇത്. നല്ല ലോങ് ആൻഡ് വോള്യൂം ആയിട്ടുള്ള മസ്കാര നമുക്ക് ലാഷസ് കിട്ടും. കണ്ടില്ലേ, ആ ഒരു 2-3 ഇതിൽ തന്നെ നല്ല ഫുൾ ലാഷാണ് നമുക്ക് വരുന്നത്. ഭയങ്കര കിടിലൻ പ്രൊഡക്റ്റ്. എനിക്കൊന്ന് ബെനിഫിറ്റിൻ്റെ മിക്ക സാധനങ്ങളും ആക്ച്വലി നല്ലതാണ്. എനിക്ക് സോഫാർ ഞാൻ കണ്ടില്ല, നല്ല പ്രൊഡക്റ്റാണ്. എൻ്റെ ഒരു നാഴ്സിൻ്റെ മസ്കാരയുണ്ട്, അതും അടിപൊളിയാണ്. പക്ഷേ ഇത് ഞാൻ ബെനിഫിറ്റിൻ്റെ അടുത്ത് ഉപയോഗിച്ചതേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ഗോ ടു ലിപ്സ്റ്റിക്കാണ് നിക്സിൻ്റെ. ബ്രൗൺ സ്കിൻ ടോണിനും അല്ലെങ്കിൽ എന്നെ പോലെ കുറച്ച് ഡാർക്കർ ലിപ്സ് ആയിട്ടുള്ളവർക്ക് നല്ലവണ്ണം ചേരുന്ന കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കുറച്ചധികം ലിപ്സ്റ്റിക്സ് കയ്യിലുണ്ടെങ്കിലും എപ്പോഴും കൈ ഇതിലോട്ടാണ് പോവാറ്. നാഴ്സിൻ്റെ ഒരു അമേരിക്കൻ വുമൻ എന്നും പറഞ്ഞൊരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നാലും ഇതായിട്ടോ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ലിപ്സ്റ്റിക്കിൻ്റെ കേസിലാണെങ്കിലും ലിപ്പ് ലൈനറൊക്കെ വരച്ച് നല്ല പെർഫെക്റ്റായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാറില്ല. ഒത്തിരി വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലിപ്പ് ലൈനർ വരയ്ക്കുക എന്നുള്ളത് ആ ഒരു ടാസ്ക്, ആ ഒരു ടാലൻറ്റ് എൻ്റെ അടുത്തൂടെ പോയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് എടുത്തങ്ങ് ചുമ്മാ ഇടും. പക്ഷേ ഇറ്റ്സ് വർക്കിംഗ് ഫോർ മീ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു എൻ്റെ കയ്യിലുള്ള ആ ബ്ലഷ് ഞാൻ ഐ ഷാഡോ ആയിട്ടിടുന്നത്. ഒരു മൂഡ് തോന്നിയാൽ ഞാൻ ചെറുതായിട്ട് ബ്ലഷാക്കി ഇടുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇച്ചിരി ബ്ലഷും കൂടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടു. അങ്ങനെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് മൈ മേക്കപ്പ് ഇസ് ഡൺ. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഞാൻ എന്നെ തന്നെ ട്രാൻസ്ഫോം ചെയ്തെടുത്ത്. കണ്ടോ, ഒരു മേക്കപ്പിൻ്റെ ബേസിക്കും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ച് ഒരു ബേസിക് നോളജ് വെച്ച് അപ്ലൈ ചെയ്തു. ഞാൻ റെഡിയായി. ഇനി ഇത്രയൊക്കെ നമ്മൾ റെഡി ആയതല്ല, ഒട്ടും കുറയ്ക്കണ്ട. ഒരു പെർഫ്യൂമും കൂടി അടിച്ചിട്ട് we are good to go. So until we see again, bye, take care.